സ്കൂൾ കാലം മുതൽ ഫഹദ് മാനുവിനോടൊപ്പം കലയുമുണ്ട്. എല്ലാ ഇനത്തിലും മത്സരിക്കുമായിരുന്നു. പിന്നീട് മുതിർന്നപ്പോൾ സിനിമയിൽ ഭാഗം പരീക്ഷിക്കാൻ ഇറങ്ങി. ഹീറോ മെറ്റീരിയൽ അല്ലാതിരുന്നിട്ടും മലബാറി ആർട്സ് ക്ലബ്ബിലൂടെ തട്ടത്തിൻ ആടിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. എല്ലാവരുടെയും ജീവിതത്തിൽ എന്നതുപോലെ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടം ഫഹദിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഷെഫ് നളന് നൽകിയ അഭിമുഖത്തിൽ ഫഹദ് മാനുവൽ പങ്കുവച്ചു. ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം സുഹൃത്തുക്കളാണെന്ന് നടൻ പറഞ്ഞു. കുറേയധികം കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തു വന്നാലും സാരമില്ല. വിവാഹം ഡിവോഴ്സിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എറണാകുളത്ത് തന്നെയായിരുന്ന ഒരു പെൺകുട്ടിയെ തന്നെയാണ് ഞാൻ വിവാഹം ചെയ്തത്. സിനിമയിലേക്ക് വന്ന ശേഷമായിരുന്നു വിവാഹം. ഒരു മകനുണ്ട്. അവൻ എനിക്കൊപ്പമാണ്. പ്രാർത്ഥനയും മറ്റുമായി മുന്നോട്ട് പോയിരുന്ന കുടുംബമായിരുന്നു എൻ്റേത്. പണ്ട് നക്സലേറ്റായിരുന്ന അപ്പൻ പിന്നീട് കരിസ്മാറ്റിക്കായി മാറുകയായിരുന്നു. അങ്ങനെ ഒരു അപ്പൻ്റെ മകനായിട്ട് ജീവിച്ചിട്ട് വന്നിട്ട് പെട്ടെന്നൊരു വിവാഹമോചനം പോലൊന്ന് ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കിട്ടിയില്ല. ഞാൻ മദ്യപാനം ആരംഭിച്ചു. ജീവിതം ആകെ അലമ്പായി. ഡിവോഴ്സ് എന്നത് സംഭവിക്കുന്നത് കൊണ്ടാണ് മദ്യപാനത്തിലേക്ക് തിരിഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. എൻ്റേത് പ്രണയവിവാഹമായിരുന്നു. ഡിവോഴ്സിന് ശേഷമുള്ള ജീവിതത്തിൽ നിന്ന് പുറത്തുവരാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. മകൻ ഒപ്പമുള്ളത് വലിയൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയുമാണ് അവനെ വളർത്തിയതും വലുതാക്കിയതും. മലബാറി ആർട്സ് ക്ലബ്സ് കഴിഞ്ഞ ശേഷമായിരുന്നു വിവാഹം. എനിക്കൊരു സഹോദരിയുടെ കൂടപ്പിറപ്പായാണ് ഉണ്ടായിരുന്നത്. വിവാഹമോചന ശേഷം ഞാൻ കൊച്ചിയിൽ തന്നെയായിരുന്നു താമസം. അന്ന് എൻ്റെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ വിവാഹം എൻ്റേതായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയായിരുന്നു ഞാനും താമസിച്ചിരുന്നത്. എൻ്റെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നിവിൻ അടക്കമുള്ള സുഹൃത്തുക്കളെല്ലാം നല്ല ബിസിയായിരുന്നു. ഞാൻ ബിസിയാണെന്ന് അവരും കരുതി. അങ്ങനെ ഒറ്റപ്പെട്ട് നിന്ന് തന്നെ കള്ളുകുടി ആരംഭിച്ചു. ലൈഫ് കുറേ അങ്ങ് കയ്യിന്ന് പോയി. അതിൽ നിന്നെല്ലാം എന്നെ മാറ്റി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എൻ്റെ കൂട്ടുകാർ തന്നെയാണ്. ആത്മഹത്യയുടെ വക്കിലായിരുന്നു ഞാൻ. അന്ന് ഡോർ തുറന്ന് തള്ളിക്കയറുന്ന കണ്ട് 2 സുഹൃത്തുക്കളാണ്. സംവിധായകനായ മനുവും ജിയോയുമൊക്കെ. അന്ന് മുതൽ അവന്മാർ ഉറങ്ങുന്നത് പോലും എനിക്കൊപ്പമായിരുന്നു. 6, 7 മാസം അങ്ങനെയായിരുന്നു. ഓരോ സമയത്തും ഓരോ മാലാഖമാർ ഇതുപോലെ കൂട്ടുകാരുടെ രൂപത്തിൽ എൻ്റെ ജീവിതത്തേക്ക് വരാറുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അജുവും. എല്ലാ ദിവസവും അവന് ഞാൻ ഗുഡ് മോർണിംഗ് അയക്കും. അജു മറുപടി അയക്കാറില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം മെസ്സേജ് മുടങ്ങിയാൽ ഉടൻ അവൻ്റെ കോൾ വരും. അത് എനിക്കൊരു ധൈര്യമാണ്. ഇതൊക്കെ ഞാൻ നേടിയെടുത്തത് സമ്പാദ്യമാണ്. ഒരു വിവാഹ ജീവിതം തകർന്നു എന്നതുകൊണ്ട് ജീവിതം തീരില്ല. നമുക്ക് വേണ്ടത് ദൈവം കൊണ്ടുതരും.